എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വളരെ എളുപ്പമുള്ള ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറിക്ക് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് ഇവയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് വന്നിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ടാണ് ആദ്യം വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിനിയൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വീഡിയോ കാണുമ്പോൾ ആ പാകം മനസ്സിലാകും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ്. ബാജിയുടെ റെസിപ്പി തന്നെയാണ് ഇത്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉള്ളി ഇവിടെ ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് വഴറ്റുന്നില്ല. അടുത്തതായി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായി ഇത് 3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കുമാണ് ഈ കറി ഏറ്റവും നല്ല കോമ്പിനേഷൻ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഈ കറിയൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ അവർ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെ കറി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. പാചകത്തിൽ തുടക്കക്കാർക്കും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതുപോലെ കറി ഉണ്ടാക്കാൻ അറിയാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടിയാത്ത ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇതുപോലെ കറി ഇത്രയും റെഡി ആയതിന് ശേഷം ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്ക് കറി നല്ല സെറ്റായിട്ട് കിട്ടും. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചാറ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം.